ഹായ് ഓൾ വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മൾ തിയറിസ്റ്റുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേജസും ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾക്ക് എറിക് എറിക്സന്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസിനെ പറയുന്നത് സൈക്കോ സോഷ്യൽ സ്റ്റേജസ്. സൈക്കോ സെക്ഷൽ നമ്മൾ പഠിച്ചു എവിടെയാണ്? ഫ്രോയിഡിൽ. ഇവിടെ എന്താണ്? സൈക്കോ സോഷ്യലാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ബർത്ത് ടു 1 ഇയറിലാണ് നമുക്ക് ഈ ഒരു ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് കാണാൻ കഴിയുന്നത്. എന്താണ്? ഡെവലപ്പിംഗ് ട്രസ്റ്റ് ഇൻ കെയർ ഗീവേഴ്സ് ആൻഡ് ദ വേൾഡ്. അപ്പം അവരെ നോക്കുന്ന കെയർ ഗീവേഴ്സ് മദർ ആവട്ടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരാവട്ടെ, പിന്നെ ചുറ്റുമുള്ള വേൾഡ്, അതിനെ വിശ്വസിക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അടുത്തത് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. 1 to 3 ഇയേഴ്സിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഡെവലപ്പിംഗ് സെൽഫ് കൺട്രോൾ ആൻഡ് ഇൻഡിപെൻഡൻസ്. സ്വയം എന്താണ് കൺട്രോൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന. അത് പറ്റിയില്ലെങ്കിൽ എന്തിലോട്ട് പോകും? അത് ഷെയിം ആൻഡ് ഡൗട്ടിലോട്ട് പോകും. അടുത്ത ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. 3 to 6 ഇയേഴ്സിലാണ്. അവിടെ എന്താണ് ഡെവലപ്പ് ചെയ്യാം? ഇനിഷ്യേറ്റീവ് ആൻഡ് ലീഡർഷിപ്പ് വൈൽ കോപ്പിംഗ് വിത്ത് ഗിൽട്ട് ഓവർ മിസ്ഡീഡ്സ്. അപ്പം നോക്കിക്കേ, ഇവിടെ സ്വയം കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാനും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ടൊക്കെ പോകുന്ന ഒരു ടൈം. അവിടെ ഗിൽട്ട് അല്ലെങ്കിൽ മിസ്ഡീഡ്സ് ഒക്കെ എന്താണ്? അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്താണ് മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഒരു ഗിൽട്ടി ആയിട്ടുള്ള അതിലോട്ട് ഒതുങ്ങി പോകും. അടുത്ത ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി ആണ്. 6 to 12 ഇയേഴ്സിൽ കാണാം. അവിടെ എന്താണ്? കോമ്പീറ്റൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അപ്പം നോക്കിക്കേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്വയം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രി നേടിക്കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് കോമ്പീറ്റൻസ് വളർന്നു കഴിഞ്ഞു. അത് പറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പറ്റിയില്ലെങ്കിൽ എപ്പോഴും ഒരു ഇൻഫ്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും ആ പ്രായത്തിലുള്ളവർക്ക് ഉണ്ടാവുക. അടുത്ത ഈ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും അത്? റോൾ കൺഫ്യൂഷൻ കേൾക്കുമ്പോഴും നമുക്ക് ഓർമ്മ വരും. 12 to 18 ഇയേഴ്സ് ആണ് ടീനേജേഴ്സിൽ നമുക്ക് കാണാൻ കഴിയും. സെൻസ് ഓഫ് സെൽഫ് ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി, എന്താണ് സ്വയം എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ എങ്ങോട്ടും കൺഫ്യൂഷനിലോട്ട് പോകും. അടുത്ത ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഒരു യങ് അഡൽട്ട്ഹുഡ്, ഒരു മെച്യൂർ റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകുന്ന ഒരു ടൈമാണ്. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പും കണക്ഷൻസും ഫാമിലിയും സ്പൗസ് കുട്ടികൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈമാണ് ഈ ഒരു ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ടൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് പറ്റില്ലെങ്കിൽ എങ്ങോട്ടും ഐസൊലേഷനിലോട്ട് പോകും. അടുത്ത ജനറേറ്റിവിറ്റി സ്റ്റാഗ്നേഷൻ. ഒരു മിഡിൽ അഡൽട്ട്ഹുഡിലോട്ട് പോകുമ്പോഴത്തേക്ക് കോൺട്രിബ്യൂട്ടിംഗ് ടു സൊസൈറ്റി ആൻഡ് ഹെൽപ്പിംഗ് ഗൈഡ് ദ ഫ്യൂച്ചർ ജനറേഷൻ. നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് ജനറേറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പറ്റിയില്ലെങ്കിൽ എങ്ങോട്ടും സ്റ്റാഗ്നേഷനിലോട്ട് പോകും. അടുത്ത ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ലേറ്റ് അഡൽട്ട്ഹുഡ്. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ ജീവിതം ജീവിച്ചതിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത. വിത്ത് എ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. എല്ലാം എന്താണ് കംപ്ലീറ്റ് ആയി. അപ്പോൾ അത് പറ്റില്ലെങ്കിൽ എങ്ങോട്ടും റിഗ്രറ്റിലോട്ട് പോകും. അതാണ് ഡെസ്പെയറിലോട്ട് പോകും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൈക്കോ സോഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. മറ്റൊരു തിയറിസ്റ്റിനെ മറ്റൊരു ഐഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.